എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് തുല്യതാ പഠിതാക്കൾക്ക് +2 തുല്യതയുടെ റിസൾട്ട് വന്നു. പല പഠിതാക്കളും നന്നായിട്ട് സന്തോഷിക്കുന്നു, പലരും ദുഃഖിക്കുന്നു. ദുഃഖിക്കുന്നവരിൽ കൂടുതൽ പേരും അഗാധമായ ദുഃഖത്തിലുള്ളവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് വേണ്ട രീതിയിൽ റിസൾട്ട് ലഭിച്ചില്ല എന്നതാണ് പരാതി. പല കമന്റ്സുകളും നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നറിയാലോ. നിങ്ങൾക്ക് എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, ഇനി അതല്ല വിദ്യാഭ്യാസ വകുപ്പിന് അല്ലെങ്കിൽ DHSCക്ക് പാളിച്ച സംഭവിച്ചോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ അത് സഹായകമാകും എന്ന് കരുതുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ ചില പഠിതാക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് മാർക്ക് കിട്ടും എന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത്തരം വിഷയങ്ങളൊക്കെ മാർക്ക് മിനിമത്തിലേക്ക് എത്തുകയും അതല്ലെങ്കിൽ തോറ്റുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി വളരെ ഡിപ്രസ്ഡ് ആണെന്നാണ് പറയുന്നത്. അത് വലിയൊരു വിഷമം ഉണ്ടാക്കി അത്തരം മറുപടിയൊക്കെ. നമ്മൾ ഡിപ്രസ് ആവുക എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ മടുത്തു എന്ന അവസ്ഥയാണ് ഡിപ്രഷൻ. ഓക്കെ, അത്രയും അധോഗതിയാണ്. അപ്പൊ നമ്മള് കാര്യം ശരിയായിരിക്കും. ഒരുപാട് കാലത്തെ പ്രയത്നത്തിന് ശേഷം കാത്തിരിപ്പില് നമ്മൾ 2 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഈ +2 പഠനം പൂർത്തിയാക്കുകയും അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാരെ പോലുള്ള സ്ത്രീകളൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരാണ്. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു +2 ഈ ഒരു രീതിയിലാണ് റിസൾട്ട് വന്നത് എന്നറിഞ്ഞതിൽ എനിക്കും അതിയായ വിഷമമുണ്ട്. പിന്നെ അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താണ് സൊല്യൂഷൻ? ഞാൻ പറഞ്ഞു, നമുക്ക് DHSCയിൽ പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ ഈ പേപ്പർ നോക്കിയ ടീച്ചേഴ്സ് എന്ത് രീതിയിലാണ് പേപ്പർ നോക്കിയിട്ടുള്ളത്, ഇതിന്റെ മാനദണ്ഡം എന്താണ്, അതൊന്നും നമുക്ക് പരിശോധിക്കാൻ ഒരു വകുപ്പില്ല. അപ്പോ എന്തായാലും എനിക്കത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതിന്റെ ബലത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് മറ്റു പലർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മാത്രമല്ല, വരാനിരിക്കുന്ന ഭാവിയിൽ ഇനി എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവരും പഠിക്കാൻ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഇത് 100% ഉപകരിക്കുമെന്നാണ് കരുതുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്യുക. പ്രധാനമായിട്ടും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, മാർക്ക് കുറഞ്ഞവര് അല്ലെങ്കിൽ തോറ്റുപോയവർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ മാർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ പറയാണ്, ഞാനൊരു 70 മാർക്കൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയത് 40 മാർക്കാണ്. 70 മാർക്കിന് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് 100% ഗ്യാരണ്ടിയാണ്. ഞാൻ അത്രയും അധ്വാനിച്ചിട്ടാണ് ഈ പരീക്ഷയെ ഞാൻ നേരിട്ടത്. പക്ഷേ എനിക്ക് 70 മാർക്ക് കിട്ടിയിട്ടില്ല. 70 പോയിട്ട് ഒരു 60 അല്ലെങ്കിൽ 65 കിട്ടുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആകും. അങ്ങനെയുള്ള എനിക്ക് ഒരു 35 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 25, 30, 40 മാർക്കാണ് കിട്ടിയത്. അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം. അപ്പൊ റീവാലുവേഷന് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലെ, അതായത് +2 തുല്യത റീവാലുവേഷന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മാസം 20ഓ 25ഓ കൃത്യമായിട്ട് എനിക്ക് ഡേറ്റ് അറിയില്ല. അത് നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ പ്രിൻസിപ്പളെ നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അതിനുള്ള ഒരു മറുപടി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ റീവാലുവേഷന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. റീവാലുവേഷന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. സാധാരണഗതിയിൽ റീവാലുവേഷന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റീവാലുവേഷന് കൊടുക്കാൻ വരുന്ന ഫീസ് എന്ന് പറഞ്ഞത് 500 രൂപയാണ്. ഒരു പേപ്പറിന് 500 രൂപയാണ്. അതുപോലെ അതിന് കൂടെ തന്നെ നമുക്ക് മറ്റു 2 കാര്യങ്ങൾ കൂടി ചെയ്യാം. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ റീവാലുവേഷനും സ്ക്രൂട്ടിനിയും അതുപോലെ ഫോട്ടോ കോപ്പിയാണ്. അപ്പൊ സ്കൂളിലുള്ളതിനേക്കാൾ 10 മടങ്ങ് റേറ്റ് ആണ് അല്ലെങ്കിൽ ചാർജ് ആണ് നിങ്ങളുടെ അടുത്ത് വാങ്ങുന്നത് അല്ലെ. 500 രൂപയ്ക്ക് പകരം നിങ്ങളുടെ അടുത്ത് റീവാലുവേഷൻ വാങ്ങുന്നത് 850ഓ 860ഓ അങ്ങനെ എന്തോ ഒരു ചാർജ് ആണെന്ന് ഞാൻ കേട്ടു. അത് എന്തായാലും 800 രൂപയുടെ മുകളിലുണ്ട്. അതുപോലെ തന്നെ സ്ക്രൂട്ടിനി ആണെങ്കിൽ 400 രൂപയോ മറ്റോ ഉണ്ട്. ഫോട്ടോ കോപ്പിയോ അതുപോലെ തന്നെ 600 രൂപയോ അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷെ ഇത്രയൊന്നും സ്കൂളിലെ കുട്ടികൾക്കില്ല. അപ്പൊ നിങ്ങൾക്ക് തുല്യതക്കാരിൽ നിന്ന് ഇത് ഡബിൾ ചാർജ് ആണ് ഈടാക്കുന്നത് എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ അതിന്റെ ഒരു ഗുണം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഡിപ്രസ് അല്ല അതിന്റെ അപ്പുറത്തേക്ക് പോകും. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ.
അപ്പൊ റീവാലുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ആദ്യം നോക്കേണ്ടത്. റീവാലുവേഷൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. റീവാലുവേഷൻ ചിലപ്പോൾ നിങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാകും. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, ഓക്കെ. എന്നാലും അത് നിങ്ങൾ കൊടുക്കാത്തവർക്ക് ഇത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ. ചിലപ്പോൾ കൊടുത്തു തുടങ്ങാൻ താല്പര്യം കാണിച്ചിരിക്കുന്നവരായിരിക്കും പൈസ ഒക്കെ കളക്ട് ചെയ്യുന്ന ഉണ്ടാവുള്ളൂ, അല്ലെ. ഇതൊന്നും ഇപ്പൊ നമ്മൾ കയ്യിൽ റിസർവ് ബാങ്ക് ഒന്നല്ലല്ലോ നോട്ടടിച്ച് ഇങ്ങനെ വെച്ചിരിക്കാൻ. എന്തായാലും നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് വേണമല്ലോ ഇതൊക്കെ കൊടുക്കാൻ, ഓക്കെ. അപ്പോ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക. മാർക്ക് ഞാൻ ഇതൊന്നും അല്ല, എനിക്ക് ഈ കിട്ടിയതൊന്നുമല്ല മാർക്ക്, ഇതിൽ കൂടുതൽ ഒരുപാട് മാർക്ക് എനിക്ക് കിട്ടാൻ വകുപ്പുണ്ട് എന്ന് അത്രയും ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റീവാലുവേഷൻ കൊടുക്കാം. മനസ്സിലാവുണ്ടോ? അതാണ് ഒരു ടീം. ഇനി അങ്ങനെ റീവാലുവേഷൻ കൊടുക്കുമ്പോ മിക്കവാറും ഈ റീവാലുവേഷൻ ഒക്കെ കൊടുത്താൽ അതിന്റെ റിസൾട്ട് എന്താ വരിക എന്നറിയോ? നോ ചേഞ്ച് എന്നാണ് വരിക. എന്താ നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുൻപ് കിട്ടിയ മാർക്ക്, ഇപ്പൊ നിങ്ങൾക്ക് നിലവിലുള്ള മാർക്ക് എന്താണോ ആ മാർക്കിൽ നിന്ന് ഒരു മാർക്ക് പോലും മാറ്റമില്ല എന്നുള്ളതാണ് നോ ചേഞ്ച്. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൊടുത്ത പൈസ വെള്ളത്തിലായി, മനസ്സിലായോ? കടലിൽ കായം കലക്കിയ പോലെ ആകും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ അതിന്റെ കൂടെ എന്തായാലും പൈസ ചെലവാക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ റീവാലുവേഷന്റെ ആ പേപ്പറിന്റെ ഫോട്ടോ കോപ്പിക്ക് കൂടി അപ്ലൈ ചെയ്യാം. അപ്പൊ റീവാലുവേഷനും കൊടുക്കുക, ഫോട്ടോ കോപ്പി ഏത് പരീക്ഷ ആൻസർ ഷീറ്റ് ആണോ നിങ്ങൾ റീവാലുവേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫോട്ടോ കോപ്പി കൂടി ആവശ്യപ്പെടുക. അപ്പൊ അതിന്റെ ഫീയും കൂടെ കിട്ടുക. മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ആ ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ മാർക്ക് ഇട്ടത് നിങ്ങൾക്ക് കാണാം, എന്തൊക്കെ നോക്കാത്തതെന്ന് കാണാം, എത്ര മാർക്ക് കിട്ടിയെന്ന് കാണാം. ഇതൊക്കെ നമുക്ക് അവിടെ വിലയിരുത്താൻ പറ്റും. നേരെ മറിച്ച് റീവാലുവേഷൻ മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതില്ലല്ലോ. അപ്പൊ നമ്മൾ അവിടെ പെട്ടുപോകും. അത് ഒഴിവാക്കാനാണ് ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞത്. എന്തായാലും നമ്മൾ പൈസ ചെലവാക്കുകയാണ്. അപ്പൊ ആ പൈസക്കൊപ്പം ഒരു 400 രൂപയും കൂടെ അങ്ങോട്ട് ചെലവാക്കാന്ന് ഉദ്ദേശിക്കുക കേട്ടാ. പൈസക്ക് വില ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കൊരു കാര്യം കിട്ടണമല്ലോ. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ ഈ 24 മാർക്ക് അങ്ങോട്ട് കിട്ടിപ്പോരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു 23 നമ്മൾ തോറ്റിട്ടുണ്ടാവും. 23 മാർക്ക് കിട്ടിയിട്ട് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ തോറ്റിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകള് അവർക്കും ഈ 2 മാർക്ക് 1 മാർക്ക് കിട്ടിയാൽ രക്ഷപ്പെടാലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റീവാലുവേഷൻ കൊടുക്കാം. അതായത് 2 മാർക്കിന്റെ മുകളിലേക്ക് ഒരു 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, 4 മാർക്ക് കൂടെ കിട്ടിയാൽ ഞാൻ ജയിക്കും, ഒരിക്കലും കൊടുക്കരുത്. റീവാലുവേഷൻ കൊടുക്കുകയേ ചെയ്യരുത്. പക്ഷെ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടിയിട്ടുള്ളൂ, പക്ഷെ എനിക്ക് അതിന്റെ മേലേക്ക് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല, 20 കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോ റീവാലുവേഷൻ കൊടുത്താൽ എന്തായാലും നമ്മൾ റീവാലുവേഷൻ കൊടുത്താലേ ഫീസൊക്കെ അടച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ 4 മാർക്ക് കൂടെ ഇട്ട് തന്നാലോ എന്ന് വിചാരിച്ച് ഫീസ് അടക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ പണിക്ക് നിങ്ങൾ നിൽക്കണ്ട. അത്തരത്തിലുള്ള പരിപാടിയൊന്നും ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്ത് ഇല്ല, ഓക്കെ. അപ്പൊ 1 മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് തപ്പിപ്പിടിച്ചിട്ട് 1 മാർക്ക് കിട്ടി വന്നേക്കാൻ സാധ്യതയുണ്ട്. അതായത് 23 മാർക്ക് കിട്ടി 1 മാർക്കിന് തോറ്റു 24 ആവും. അങ്ങനെയുള്ളവർക്കും കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 19 മാർക്ക് കിട്ടി, 18 മാർക്ക് കിട്ടി, 15 മാർക്ക് കിട്ടി, ബാക്കിയുള്ളതിലൊക്കെ ജയിച്ചിട്ടുണ്ട്, ഈ 1 മാത്രമേ തോറ്റിട്ടുള്ളൂ. ഇനിയിപ്പോ ഞാനിത് അടുത്ത വർഷം എനിക്ക് വീണ്ടും ഇംപ്രൂവ്മെന്റ് എഴുതേണ്ടി വരുമല്ലോ എന്നുള്ള ഗതികേടൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ഈ തോറ്റ പേപ്പർ റീവാലുവേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലാത്ത പേപ്പറിലാണ് റീവാലുവേഷൻ കൊടുക്കുന്നതെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്താ വെച്ചാൽ മാർക്ക് കിട്ടാൻ വകുപ്പില്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ എന്തിനാണ് പൈസ ചെലവാക്കുന്നത്? അതിന് നിൽക്കരുത്. അപ്പൊ അതിനേക്കാൾ നല്ലത് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്താണ് ഇംപ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ്, ഓക്കെ. പിന്നെ ചില ഇംപ്രൂവ്മെന്റ് എഴുതിയ ചില ആളുകൾക്ക് പറ്റിയിട്ടുള്ള അമളികളൊക്കെ ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം തോറ്റുപോയിട്ട് +2 തോറ്റിട്ട് ഈ വർഷം +1 തോറ്റു +2 ജയിച്ചു, അല്ലെങ്കിൽ +1 ജയിച്ചു +2 തോറ്റു, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകൾ ഈ വർഷം ഇംപ്രൂവ്മെന്റ് എഴുതിയപ്പോ ആരുടെയൊക്കെയോ മണ്ടത്തരം വർത്താനം കേട്ടിട്ട് പിന്നെ 2 വർഷവും ജയിച്ചതും എഴുതി, ഈ വർഷം റിസൾട്ട് വന്നപ്പോ ജയിച്ചതും തോറ്റ്, വീണ്ടും എഴുതിയതും തോറ്റ്, അങ്ങനെയുള്ള ഗതികേടൊക്കെ ചില ആൾക്കാർ എന്നെ അറിയിക്കേണ്ടായി. നിങ്ങൾ ഇത്തരത്തിലുള്ള അറിവൊക്കെ എവിടുന്ന സമ്പാദിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്, ഓക്കെ. അപ്പൊ ഞാൻ വലിയ സംഭവമായിട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഓരോ അറിവുകളും ഞാൻ മാക്സിമം എവിടുന്നൊക്കെയോ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അവിടെ നിന്നൊക്കെ കിട്ടിയതിന് ശേഷം അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഏതാണ് കറക്റ്റ്, ആര് പറഞ്ഞതാണ് ശരി എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അന്വേഷിച്ച് മാത്രമാണ് നിങ്ങളിലേക്ക് തരുന്നത്.
ഓക്കെ, അപ്പൊ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾ, അത് കേൾക്കാൻ സന്നദ്ധത കാണിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടുന്നുണ്ട്. ഇതൊന്നും അറിയാതെ മറ്റു പല മേഖലകളിൽ നിന്നും മറ്റു പല ആളുകളിൽ നിന്നും ഒക്കെ പലരും പറയുന്നത് കോർഡിനേറ്റേഴ്സ് ഞങ്ങളെ നിർബന്ധിച്ചു എന്നൊക്കെയാണ്. എനിക്ക് അതിനൊന്നും ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. കാരണം കോർഡിനേറ്റേഴ്സ് നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഇപ്പൊ എനിക്കറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആരുടെങ്കിലും ഒക്കെ പേര് പറഞ്ഞ് തടി രക്ഷപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്കറിയില്ല, ഞാൻ അവരെ പഴി ചാരാനൊന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു വിവരത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇംപ്രൂവ്മെന്റ് എക്സാമിനൊക്കെ തുനിഞ്ഞിറങ്ങാൻ പാടുള്ളൂ. ഇപ്പൊ റീവാലേഷന്റെ കേസും അത് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ? നമ്മൾ ഒരു ഏതോ സിനിമയില് ഒരു നടൻ പറഞ്ഞ പോലെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ബിരിയാണി കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാർക്ക് കൂടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റീവാലേഷന് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അതേ പറയാനുള്ളൂ കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട്. ഈ പറഞ്ഞ കാര്യം കേട്ട് മനസ്സിലാക്കി ശാന്തമായി ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ ഒപ്പമുള്ളവൻ കൊടുക്കുന്നു എന്നാൽ ഞാനും കൊടുക്കാം, അല്ലെങ്കിൽ അവൻ കൊടുക്കുന്നില്ല അതുകൊണ്ട് ഞാനും കൊടുക്കുന്നില്ല, അങ്ങനെ വിചാരിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് തക്കതായ നല്ല രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയണം. അതിന് ഞാൻ പറയുന്ന ഈ വീഡിയോയിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക. വാട്സപ്പിൽ കമന്റ് ചെയ്യുക. കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പലർക്കും ഞാൻ റിപ്ലൈ തരാത്തത്. ബുക്കിന് വേണ്ടിയിട്ടൊക്കെ പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. അത് റിപ്ലൈ തരാത്തത് മറ്റൊന്നല്ല, സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ എന്നെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാത്തതും ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നമ്മൾ നേരിൽ കാണും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.